UDF അധികാരം പിടിക്കുമെന്ന് ഉറപ്പിച്ചതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ സജീവമായി കഴിഞ്ഞു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നീ നേതാക്കന്മാരാണ് സാധ്യതാ പട്ടികയിൽ മുന്നിലുള്ളത്. ഇതിൽ തന്നെ KCയെ അനുകൂലിക്കുന്നവരാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരിക്കുന്നവരിൽ ഏറെ പങ്കും. VD സതീശന് അണികളിൽ നിന്നും പിന്തുണയേറെയുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിൽ നിന്ന് പക്ഷേ കാര്യമായ പിന്തുണയില്ല എന്നതാണ് വാസ്തവം. മുഖ്യമന്ത്രി സാധ്യതാ പട്ടികയിൽ നിന്നും പതിയെ VD സതീശൻ അകലുമ്പോൾ ഈ വിഷയത്തിൽ നിലപാട് പരസ്യമാക്കുന്നുണ്ട് മാധ്യമപ്രവർത്തക സ്മൃതി പരുത്തിക്കാട്. കോൺഗ്രസിൽ കസേര കളി തുടങ്ങി എന്ന് പരിഹസിക്കുന്നവരോട് അത് തുടങ്ങാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്മൃതി പരുത്തിക്കാട്. മുഖ്യമന്ത്രി കസേരയ്ക്ക് അവകാശവാദം ഉന്നയിക്കുന്ന 3 നേതാക്കൾക്കും അവരുടേതായ വശങ്ങളുണ്ട്. അത് ഉന്നയിക്കാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട്. VD സതീശൻ മുഖ്യമന്ത്രി റേസിൽ ആദ്യമായി നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായ ചോയ്സ് ആയിട്ട് പ്രതിപക്ഷ നേതാവിനെ കാണാൻ സാധിക്കും എന്നാണ് മാധ്യമപ്രവർത്തകർ പറയുന്നത്. എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ഈ റേസിൽ ഉണ്ടാകാതിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ തന്നോട് പാർട്ടി അന്യായം ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. 2016 പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് സർക്കാരിനെതിരെ വാർത്താ സമ്മേളനങ്ങൾ നടത്തി ഒരുപാട് വിവാദങ്ങൾ കൊണ്ടുവന്നത് കണ്ടതാണ്. പക്ഷേ 2021 എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പരാജയപ്പെട്ടു പോയി എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ പരാജയപ്പെട്ടു പോയ ഒരു പ്രതിപക്ഷ നേതാവിനെ അടുത്ത ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവാക്കിയില്ല എന്നുള്ളതായിരുന്നു പരാതിയെന്നും അവർ വിമർശിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ നിരയിൽ ഉണ്ടാകാതിരുന്ന ഒരു നേതാവിനെ കുറച്ചുകൂടി താഴെ നിന്ന് പ്രതിപക്ഷ നേതാവായി കൊണ്ടുവരികയാണ് ചെയ്തത്. VD സതീശൻ ഇതുവരെ മന്ത്രിയായിട്ടില്ല എന്നത് വാസ്തവം. എന്നാൽ മുൻപ് മന്ത്രിയായവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവരൊക്കെ കടന്നുപോയ വഴികളിലൂടെ VD സതീശൻ കടന്നുപോയിട്ടില്ല. പക്ഷേ അദ്ദേഹം വേറെ രൂപത്തിലാണ് രാഷ്ട്രീയ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ളത്. സഭയിൽ പെർഫോം ചെയ്ത കാര്യം മുന്നിലുണ്ട്. ചില വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് പ്രതികരിക്കുന്നത് കണ്ടതാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷ നേതാവായ ശേഷം ഈ 5 വർഷം എങ്ങനെ പ്രവർത്തിച്ചു എന്നത് കൂടിയാണല്ലോ പരിശോധിക്കുക എന്നും അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പരിശോധനയിൽ ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് എത്ര മാർക്ക് നൽകും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ലോക്സഭ ഉപതെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ തന്നെയും അദ്ദേഹം വഹിച്ചിരുന്ന റോള് പ്രധാനമാണ്. സതീശനെ ലീഡ് ചെയ്യാൻ ഹൈക്കമാൻഡ് ഏൽപ്പിക്കുകയും ആ തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം ഇത്ര വോട്ടിന് വിജയിക്കും എന്ന് പോലും കണക്കുകൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ആ കണക്കുകൾ പരിശോധിക്കാനും തിരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള ഒരു ഇലക്ഷൻ മാനേജ്മെന്റ് സ്കില്ല് അദ്ദേഹത്തിനുണ്ട്. ആ സ്കില്ല് ഹൈക്കമാൻഡ് കണ്ടെത്തുകയും തിരഞ്ഞെടുപ്പ് ചുമതലകൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയുമായിരുന്നു. ആ ചുമതലയിലേക്ക് VD സതീശൻ ഒറ്റയ്ക്കല്ല, ഒരു സംഘം നേതാക്കളെ കൊണ്ടുവരികയും അങ്ങനെ സംഘടിതമായി തന്നെ ആ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ചേലക്കരയിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞത്. എങ്കിലും ആ നിലയ്ക്ക് അദ്ദേഹം പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഇനി VD സതീശനുമായി ഘടകകക്ഷിയായ ലീഗിനുണ്ടായിരുന്ന പരാതി ഈ പറഞ്ഞ പോലെ ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും ഒരേ ലെവലിൽ വരുന്ന സീനിയർ നേതാക്കളാണ്. അവിടെ VD സതീശൻ വരുമ്പോൾ തനിക്ക് ആ രൂപത്തിൽ ഒരു ബഹുമാനം കിട്ടുന്നുണ്ടോ എന്ന സംശയം PK കുഞ്ഞാലിക്കുട്ടിക്ക് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും പരിഹരിക്കപ്പെട്ടുവെന്നും മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗുമായുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് സതീശൻ നടത്തിയ യാത്രയിൽ സഭാ നേതൃത്വവുമായി ഉണ്ടായിരുന്ന അകൽച്ച അവസാനിപ്പിക്കാനായി അവരുമായി സംസാരിച്ചിട്ടുണ്ട്. 250ഓളം യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. സിനഡിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. അങ്ങനെ ആ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നത് കണ്ടു. ഇവിടെ രാഹുൽ ഗാന്ധി ന്യൂനപക്ഷ ഏകീകരണത്തിൽ ഒരു പേര് മതിയല്ലോ എന്ന് പറയുന്നത് ശരിയാണ്. ദേശീയ തലത്തിൽ നോക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ ഇവിടെ വെള്ളാപ്പള്ളി എന്ന ഘടകം വരുന്നു. വെള്ളാപ്പള്ളി നടത്തുന്ന ന്യൂനപക്ഷ വിരുദ്ധമായ പ്രതികരണങ്ങൾ കാണാതെ പോകരുത്. അവിടെയൊക്കെ ശക്തമായ പ്രതികരണങ്ങൾ VD സതീശൻ എന്ന രാഷ്ട്രീയ നേതാവ് നടത്തുന്നുണ്ട്. അത് മലബാറിലെ ന്യൂനപക്ഷ വോട്ട് ഏകീകരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ട്. ഇതിനു പുറമെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ VD സതീശൻ എടുത്ത നിലപാട് ഒറ്റയ്ക്കൊരു നിലപാടായി തന്നെ കരുതേണ്ടി വരും. പല നേതാക്കളും ഉറച്ചൊരു തീരുമാനം പറയാതെ മാറി നിൽക്കുമ്പോഴും ഇങ്ങനെ ഒരാൾ ഇനി വേണ്ട എന്ന സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് തീരുമാനമെടുത്തത് VD സതീശനാണെന്നും സ്മൃതി പരുത്തിക്കാട് പറഞ്ഞു നോക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിനകത്തെ CPM വിരുദ്ധ നിലപാടുകളിൽ എതിർപ്പുള്ള കുറച്ചുപേരെയെങ്കിലും പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. അങ്ങനെ യഥാർത്ഥ ഇടതുപക്ഷത്തിന് സ്വീകാര്യനായി VD സതീശൻ മാറുന്നു എന്നുള്ളതും കൂടുതൽ ആളുകളെ ചേർത്ത് വയ്ക്കാൻ ഒരു സംഘടനാ പാടവം അതിൽ പ്രകടമാക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. ശക്തമായ കോൺഗ്രസ് വിരോധം വെച്ച് പുലർത്തുന്ന റിപ്പോർട്ടർ ചാനലിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് സ്മൃതി ഇക്കാര്യങ്ങൾ പരസ്യമായി പറയുന്നത്.